ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാവിലെ ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചതു മുതൽ തുടങ്ങിയ നാടകീയ രംഗങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസാനം വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഹണി റോസ് കൊടുത്ത പരാതിയെ തുടർന്നിട്ടാണ് ബോബിയെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി പോകുന്നതും. ഹൈക്കോടതി കടുത്ത വിമർശനങ്ങളോടുകൂടി, കടുത്ത ഉപാധികളോടുകൂടി അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിക്കുന്നതും. ആ ജാമ്യം അനുവദിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്, ഒരു ബിസിനസ്മാനാണ്. അതൊക്കെ കൂടി പരിഗണിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ കൂടി അത് പറഞ്ഞുകൊണ്ട് കോടതി ജാമ്യം അനുവദിച്ചത്. പക്ഷേ ആ അനുവദിച്ച ജാമ്യത്തിന് അർഹനല്ല ബോബി ചെമ്മണ്ണൂർ എന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു പിന്നീടുള്ള നാടകീയ സംഭവങ്ങൾ. ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ട് ശരിക്കും അദ്ദേഹം പുറത്തിറങ്ങേണ്ടതാണ്. അദ്ദേഹം ഇന്നലെ പുറത്തിറക്കാൻ ചെന്ന ആളുകളോട് തന്നെ പുറത്തിറക്കാൻ വരേണ്ടതില്ല, ഇവിടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും തടവിൽ കഴിയുന്ന ആളുകളുണ്ട്, അവരും കൂടി പുറത്തിറങ്ങിയ ശേഷമേ ഞാൻ ഇറങ്ങുള്ളൂ, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നലെ ഇറങ്ങിയില്ല എന്നാണ് മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. എല്ലാ മീഡിയകളും ആ വാർത്ത കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ജയിലിലെ അദ്ദേഹത്തിന് സ്പെഷ്യൽ പരിഗണന കിട്ടുന്നു എന്നുള്ള തരത്തിലും വാർത്തകൾ വന്നിരുന്നു. അത് പിന്നെ പല പല ആളുകളുടെ കാര്യത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. രാഷ്ട്രീയ തടവുകാരൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല. പക്ഷേ അദ്ദേഹം ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായില്ല എന്നറിഞ്ഞപ്പോൾ സാധാരണ ഒരാളുകൾ എങ്ങനെ ചിന്തിക്കുക, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതെങ്ങനെ ചിന്തിക്കുക? ഞാൻ ഇത്രയും തെറ്റ് ചെയ്തു, പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. കാരണം പല പല തെളിവുകളും കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. പല വീഡിയോകളായിട്ടും ക്ലിപ്പിങ്സുകളായിട്ടും ഇൻ്റർവ്യൂകളിലെ കട്ടിങ്സുകളായിട്ടും ഒക്കെ കോടതിയുടെ മുമ്പിൽ പല തെളിവുകളും ഇദ്ദേഹത്തിനെതിരെ എത്തിയിട്ടുണ്ട്. എന്നിട്ടും അതിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ ഇദ്ദേഹത്തിന് സമൂഹത്തിലുള്ളൊരു നിലയും വിലയും ആലോചിച്ചിട്ടാവണം ഒരു വാണിംഗ് കൊടുത്തിട്ട് ജാമ്യം കൊടുക്കാം എന്ന് കരുതിയിട്ട് കോടതി അത്രയും ഉദാരമായിട്ട് ചിന്തിച്ച് ജാമ്യം കൊടുത്തത്. എന്നിട്ട് പോലും അതിനെ മുതലെടുക്കാനാണ് ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചത്. നമ്മളൊക്കെ ആണെങ്കിൽ വേഗം ആ കിട്ടിയ ജാമ്യം വാങ്ങി അടുത്ത നടപടി എന്താ, ഈ കേസ് തീരാനല്ലേ എന്നുള്ളത് ആലോചിക്കും. അതിന് പകരം വീണ്ടും കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോയി. കോടതി ഈ പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാൻ തയ്യാറായില്ല എന്നുള്ള വാർത്ത മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം കാണുകയും അതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി അന്വേഷിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പുറത്തിറങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു എന്നാണ് ജഡ്ജിക്കും കിട്ടിയ അറിവ്. അതിനെ തുടർന്നിട്ട് ഇന്ന് രാവിലെ എത്രയും പെട്ടെന്ന് സ്വമേധയാ കേസെടുത്ത്, കാരണം തീർപ്പാക്കിയൊരു കേസാണ്, ജാമ്യം കൊടുത്ത് തീർപ്പാക്കിയ ഒരു കേസിന് വീണ്ടും സ്വമേധയാ ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു കേസെടുത്ത് കോടതി കൂടുമ്പോൾ തന്നെ അത് പരിഗണിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിവരം അറിഞ്ഞ ബോബി ചെമ്മണ്ണൂരിൻ്റെ വക്കീലന്മാർ പെട്ടെന്ന് ഓടിച്ചെന്ന് എടിപിടിയുന്ന 9-9:30 ആയപ്പോഴത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി റിലീസ് ചെയ്ത് കൊണ്ടുവന്നു. കാരണം അല്ലെങ്കിൽ ബെയില് പോലും ക്യാൻസൽ ആവുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണെന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം കോടതിയല്ലേ വെല്ലുവിളിക്കുന്നത്. ജാമ്യം കൊടുത്തിട്ടും ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാകാത്തൊരു വ്യക്തിക്ക് എന്തിനാണ് ജാമ്യം? അങ്ങനെ കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായില്ലേ. അതുകൊണ്ട് തന്നെ ഇനിയും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ, ഇനിയും നാടകങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് മനസ്സിലായ വക്കീലന്മാർ വേഗം ബോബി ചെമ്മണ്ണൂരിനെ പറഞ്ഞ് മനസ്സിലാക്കി റിലീസ് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ടും കോടതി വിടാൻ തയ്യാറായില്ല. കോടതിയുടെ മുമ്പിൽ ചെന്ന് വക്കീലന്മാരെല്ലാവരും നിരുപാധികം മാപ്പ് പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് റിലീസാകാൻ വൈകിയതെന്ന് പറഞ്ഞു. അതൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. കോടതിയെ വെല്ലുവിളിക്കരുത്, റിമാൻഡ് തടവിൽ കഴിയുന്ന ആളുകളുടെ കാര്യമൊക്കെ ഏറ്റെടുത്ത് നടത്താൻ ബോബി ചെമ്മണ്ണൂർ ആരാണെന്ന് ചോദിക്കുന്നു. അതൊക്കെ നോക്കാൻ ഇവിടെ കോടതിയും മറ്റ് സംവിധാനങ്ങളും ഇല്ലേന്ന് ചോദിക്കുന്നു. തനിക്ക് കിട്ടിയ ജാമ്യം അത് റദ്ദാകാതെ നോക്കേണ്ടത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉത്തരവാദിത്തമല്ലേ? കോടതിയെ വെല്ലുവിളിക്കുകയാണോ? പൈസയുടെ അഹന്ത കോടതിയോട് കാണിക്കുകയാണോ എന്നുള്ള തരത്തിലൊക്കെ കോടതിയെ സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വക്കീലന്മാർക്ക് കോടതിക്ക് സാഷ്ടാംഗം നമസ്കരിക്കുകയല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം ബോബി ചെമ്മണ്ണൂർ കാരണം അത്രയും ലീഡിങ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ്സ് കോടതിയോട് നിരുപാധികം മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വരെയാണ്. നമുക്കറിയാം, രാമൻപിള്ള വക്കീലിനെ പോലുള്ള അവരുടെ രാമൻപിള്ള അസോസിയേറ്റ്സൊക്കെ ഒരുപാട് വലിയ വലിയ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് മുമ്പിലൊക്കെ പരസ്യമായിട്ട് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ തൊഴിലൊക്കെ ബാധിക്കുന്ന കാര്യമാണ്.
അല്ലെങ്കിൽ ഇനി വരുന്ന കേസുകളിലും ഒക്കെ ഇതുപോലെ ഒരു കാര്യം ഉണ്ടാവുമോ എന്ന് കോടതി ചിന്തിക്കാനും പഠിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ തൊഴിലിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി അവരും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ മാപ്പ് സ്വീകരിക്കാതെ ബോബി ചെമ്മണ്ണൂർ നേരിട്ട് മാപ്പ് പറയണമെന്ന് പറയും. നിരുപാധികം ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറഞ്ഞ ശേഷമാണ് ഈ കേസ് അവസാനിപ്പിച്ചത്. കാരണം ഇനി ഒന്നും പറയാനില്ല, അതിവിടെ തീർക്കുകയാണെന്ന് പറഞ്ഞാൽ തീർപ്പാക്കുക ചെയ്ത്. കോടതിക്ക് പോലും അടുത്തിട്ടുണ്ടാവും. കാരണം കോടതിയുടെ ഇത്രയും നേരത്തെ വിലപ്പെട്ട സമയമാണെന്ന്, ഈ ഉച്ചവരെയുള്ള വിലപ്പെട്ട സമയമാണ് കോടതി നഷ്ടപ്പെടുത്തിയത്. ഒരു നിസ്സാര സംഭവത്തിന് വേണ്ടിയിട്ട്, ഒരാളുടെ പിടിവാശിക്ക് വേണ്ടിയിട്ട് എത്ര കേസുകൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി കോടതി പാഴാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് അവിടെ നിർത്തി. നിരുപാധികം മാപ്പ് പറഞ്ഞു, ആ മാപ്പ് സ്വീകരിച്ചു. ഇനി മേലാൽ ഇങ്ങനത്തെ ഡ്രാമകൾ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് പേര് എനിക്കറിയാവുന്ന ആളുകൾ പറയുന്നുണ്ട്, എന്തിനാണ് ബോബി ചെമ്മണ്ണൂരിനെ കുറ്റം പറയുന്നത്? ബോബി ചെമ്മണ്ണൂർ അത്രയധികം വലിയ തെറ്റ് ചെയ്തോ? കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, റേപ്പ് ചെയ്ത് കൊച്ചു കുട്ടികളെ പോലും റേപ്പ് ചെയ്ത ആൾക്കാരൊക്കെ സമൂഹത്തിൽ വളരെ മാന്യന്മാരായിട്ട് നടക്കുകയും അവർക്ക് കാര്യമായിട്ട് ശിക്ഷ ലഭിക്കാതെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സമൂഹത്തിലെ ഒരു നിർദോഷകരമായിട്ടുള്ള തമാശ പറഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അദ്ദേഹം സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്? എത്ര പാവപ്പെട്ട കുടുംബങ്ങളെയാണ് അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത്? രക്തദാന ക്യാമ്പ് നടത്തിയത് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, ഈ ഫിജി കാട്ടിലൂടെ എത്ര കുടുംബങ്ങളാണ് കഴിയുന്നതെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും വിമർശിക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ എത്രയൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നന്മയുള്ളവനാണെന്ന് പറഞ്ഞാലും, അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സ്ത്രീയെ പൊതുജന മധ്യത്തിൽ അധിക്ഷേപിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അതൊരു ചോദ്യമല്ലേ? ഈ അദ്ദേഹത്തെ കുറ്റം പറയരുത് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതിനൊരു കൃത്യമായ മറുപടി ഉണ്ടോ? നമ്മുടെ മകളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെയാണെങ്കിൽ നമുക്ക് നേരിടുന്ന അപമാനം അത് എത്ര വലുതാണ്? അതൊരു കാശുകാരൻ്റെ മുന്നിൽ, അവൻ്റെ അഹന്തയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതാണോ? അതൊന്ന് ചിന്തിക്കേണ്ട ഈ പറയുന്ന ആൾക്കാർ. ശരിയായിരിക്കും, ഇവർക്ക് ഒരുപാട് പ്രയോജനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് 4 ആൾ കൂടുന്ന സ്ഥലത്ത് വെച്ച് അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഒരാളും അധികാരം കൊടുത്തില്ല. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇന്ന് കോടതി ഇത്രയും കർശനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതോട് കൂടിയിട്ട് അടിയന്തരമായിട്ട് കോടതി 1:45 കൂടുന്നതിന് മുൻപ് പത്രമാധ്യമങ്ങളെ വന്ന് കണ്ട് എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ആക്ഷനുകളോ ഒന്നും ഇല്ലാതെ വളരെ മാന്യമായ രീതിയിൽ സംസാരിച്ചു പോകുന്ന ഒരു ബോച്ചയെ കണ്ടു. ഇതിനു മുമ്പും ഇദ്ദേഹത്തിന് ഇതാവാം. കാരണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരൻ്റെതായിട്ടുള്ള ഒരു വിലയും നിലയും സമൂഹം കൽപ്പിക്കണമെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യണം, അല്ലേ? ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളായാലും ആ പൊസിഷന്റെ മഹത്വം കാത്തു സൂക്ഷിക്കണം. ഇത് വഴിയെ പോണ ചെറിയ വെകിളി പിള്ളേരുണ്ടല്ലോ, അവർ കാണിക്കുന്ന പോലുള്ള ചേഷ്ടകളും അഭ്യാസ പ്രകടനങ്ങളും തോന്നിയവാസ വർത്താനങ്ങളും ഒക്കെയാണ് ഇദ്ദേഹം പല വേദികളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അല്ലാത്തൊരു ബോബി ചെമ്മണ്ണൂരിനെ എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? നിരുപാധികം മാപ്പ് അപേക്ഷിച്ചു, ഞാൻ ഈഗോ ഇല്ലാത്ത വ്യക്തിയാണ്, എനിക്ക് മാപ്പ് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഇനി ഇത് ആവർത്തിക്കില്ല, ഇതുപോലെയുള്ള സംസാര രീതി ഞാനിനി ആവർത്തിക്കില്ല, ഞാൻ ശ്രദ്ധിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇന്നലെ ജാമ്യം അനുവദിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ അഹന്ത വിട്ടുമാറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോടതി വീണ്ടും അടി കൊടുക്കേണ്ടി വന്നു, അല്ലേ? അടി കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടി വന്നു അദ്ദേഹം റിയാലിറ്റിയിലേക്ക് വരാൻ. ഇന്നലെ ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹം എന്താ കരുതിയത്? അത്ര വലിയ കേസൊന്നും അല്ല, അതുകൊണ്ടല്ലേ എനിക്ക് ജാമ്യം കിട്ടിയത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നേരിടാൻ എനിക്കറിയാം, എൻ്റെ പണം കൊണ്ട് എന്നൊരു ഹുങ്കായിരുന്നു. കാരണം ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയത്, അതുകൊണ്ട് ഈ കേസ് ഒന്നും അല്ല എന്നൊക്കെ കരുതിയതാണ് അദ്ദേഹം. ആ പണമാണ് എല്ലാത്തിനെയും ഭരിക്കുന്നതെന്നാണ് ഒരു വേള ചിന്തിച്ചു പോയി. അവിടെയാണ് അദ്ദേഹത്തിന് പഴിച്ചത്. ശരി, റിമാൻഡ് തടവുകാർക്ക് കാലാവധി കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അവർക്കത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, നിസ്സാരമായിട്ടുള്ള 5000-6000 രൂപയൊന്നും അടയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ വീണ്ടും ജയിലിൽ തുടരുന്നതെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? തനിക്ക് കിട്ടിയ ജാമ്യം യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുക ചെയ്യേണ്ടത്.
ഒരു പ്രയോജനം. ഇപ്പോൾ ഞാൻ ജയിലിൽ പോയാൽ കൂടിയിട്ട് ഞാൻ മറ്റുള്ളവർക്ക് നന്മയാണ് ചെയ്യുന്നത് എന്ന് പുറത്തുള്ളവർക്കൊരു ഇത് കൊടുക്കാമായിരുന്നു അല്ലേ? അത് ചെയ്യാനുള്ള അവസരം അദ്ദേഹം തന്നെ നഷ്ടപ്പെടുത്തി. ഇപ്പം അദ്ദേഹം എന്ത് നന്മ ചെയ്താലും അതിനൊരു അർത്ഥമില്ലാത്ത തലത്തിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പറയാമായിരുന്നു, ഞാനിങ്ങനെ റിമാൻഡ് തടവുകാർ കുറേ അധികം പേര് കാലാവധി കഴിഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട്, ചെറിയ ചെറിയ സംഖ്യകൾ കൊടുക്കാനില്ലാത്തതുകൊണ്ടാണെന്ന് പലരും എന്നോട് ആവലാതി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മുതൽ അവരെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ജയിലിൽ പോയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി അല്ലെങ്കിൽ പ്രയോജനമുണ്ടായി എന്ന് അദ്ദേഹത്തിന് നെഞ്ചു വിരിച്ചു നിന്ന് മാധ്യമങ്ങളോട് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്നലെ വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ മീഡിയ അറ്റൻഷൻ കുറഞ്ഞു പോകുമോ എന്നൊരു ധാരണ കൊണ്ടായിരിക്കണം ഇത്തരത്തിലൊക്കെ പെരുമാറിയത്. എന്തു തന്നെയായാലും 2 ദിവസമായിട്ട് ഗംഭീര മീഡിയ അറ്റൻഷനും കിട്ടി, ഹൈക്കോടതിയുടെ അറ്റൻഷനും കിട്ടി. അതുകൊണ്ട് എന്താണ്, അദ്ദേഹം ഇനി പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ ക്യാമറ കണ്ണുകൾ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ സൂം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലേക്കുമായിരിക്കും ഓരോരുത്തരുടെയും നോട്ടം തുളഞ്ഞു കയറുക. അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് നമ്മുടെ മീഡിയയുടെ ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കുറേ കൂടി ഒതുങ്ങി ഉൾവലിഞ്ഞ് ജീവിക്കേണ്ട ഒരു അവസ്ഥ ആ മനുഷ്യന് അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ചു. അതാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഇന്നലെ നല്ല അന്തസ്സായിട്ട് തല ഉയർത്തി പിടിച്ചിറങ്ങാമായിരുന്നു. കുറേ അധികം ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നിർദോഷമായ വാക്ക് പറഞ്ഞതല്ലേ, കൊലപാതകമോ ബലാത്സംഗമൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ ഇടയിൽ നെഞ്ചും വിരിച്ചു ഇറങ്ങി വരാനുള്ള ഒരു അവസരം അദ്ദേഹം തന്നെ നഷ്ടപ്പെടുത്തി. അതിലൂടെ ഞാൻ ജയിലിൽ പോയി 2 ദിവസം കിടന്നാലും അവിടെയുള്ള പാവപ്പെട്ട കുറേ ആളുകളുടെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞ് ആളാവാനുള്ള അവസരവും കൂടി അദ്ദേഹം നഷ്ടപ്പെടുത്തി. എല്ലാം സ്വയം ചെയ്തു വെച്ചത്, ആലോചനയില്ലാതെ വിവേകബുദ്ധി ഇല്ലാതെ പണമാണ് എല്ലാം എന്ന് ഒരു നിമിഷം കരുതിയതിൻ്റെ തിരിച്ചടിയാണ് ഇന്ന് കോടതിയുടെ ബോബി ചെമ്മണ്ണൂർ കേസിലുള്ള ഇടപെടൽ എന്നാണ് എനിക്ക് തോന്നുന്നത്.